നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ശരി. എങ്ങോട്ട് ഏടിച്ചു കയറി വരുന്നേ? നിൽക്കവിടെ. എന്റെ മോൾ അവിടെ ആശുപത്രിയിൽ ചാകാറായി കിടക്ക. എന്നിട്ടിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത് വലിയ തെറ്റായി പോയല്ലേ? നിന്റെ മോള് ചാവാറായി കിടക്കുന്നുണ്ടെങ്കിലേ അതിന് ഇവിടെയുള്ളവർ എന്ത് വേണം? അവളുടെ പുതിയ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും അത്. അതും വർണ്ണിച്ചോണ്ട് കേറി വരാനുള്ള ഇടമല്ല ഇത്, മനസ്സിലായോ? ഒരു പ്ലാനും ഇല്ല. എന്റെ മോളെ കൊല്ലാൻ നോക്കിയത് നിങ്ങളുടെ പുന്നാര മരുമോളെ നിധിയാ. ദേ, വെറുതെ വായി തോന്നി വിളിച്ചു പറയല്ലേ. വായി തോന്നിയതല്ല വിളിച്ചു പറയുന്നത്. നിധി അവൾക്ക് കിട്ടിയ പുതിയ സമ്മാനം ഉണ്ടല്ലോ, ഒരു വലിയ കാറ്. അത് കൊണ്ടു ചെന്ന് അവൾ എന്റെ മകളെ ഇടിച്ചു തെറിപ്പിച്ചു. അറിയോ നിങ്ങക്ക്? കൊള്ളാം, പുതിയ കഥ വളരെ നന്നായിട്ടുണ്ട്. കഥയോ? എന്ത് കഥ? അവിടെ ഓട്ടോ കിടപ്പുണ്ട്, എന്റെ കൂടെ ഒന്ന് വാ. എന്റെ കൊച്ചിപ്പ ആശുപത്രിയിൽ ICUയിൽ കിടക്ക. കാറ് കൊണ്ടുവന്ന ആ ദുഷ്ട എന്റെ മോളെ മനഃപൂർവ്വം ഇടിച്ചു തെറിപ്പിച്ചതാ. ദേ, വെറുതെ വീട്ടിൽ കയറി വന്നേ നട്ടാ കുരുക്കാത്ത നുണകൾ വിളിച്ചു പറയല്ലേ രേണു. രേണുക പറഞ്ഞത് സത്യം തന്നെയാ. ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അമ്പലത്തിൽ നിന്നും പൂജിച്ചിറക്കിയ കാറുമായിട്ട് വന്ന് നിധി റോഡിൽ കൂടി നടന്നു വന്ന ശിവാനിയെ ഇടിച്ചു തെറിപ്പിച്ചു. സംഗതി നിസ്സാര ആക്സിഡന്റ് ഒന്നും അല്ല ഏട്ടത്തി. ശിവാനിക്ക് എമർജൻസി ആയിട്ടുള്ളൊരു സർജറി വേണമെന്നാ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഗൗതമ നിധിയും പേരൊരു അമ്പലത്തിലേക്കല്ലേ വണ്ടി പൂജിക്കാൻ പോയത്? അവര് പിന്നെ എവിടെ വെച്ച് ശിവാനിയെ ഇടിക്കാനാ? അവര് വരുന്ന വഴിയില് ശിവാനി എങ്ങനെ വന്നു? അതെന്താ, ഏട്ടത്തിയുടെ മോനും മരുമോളും വരുന്ന വഴിയിൽ ശിവാനിക്ക് വരാൻ പാടില്ലെന്നുണ്ടോ? കാർ ഓടിച്ചിരുന്നത് നിധിയാണ്. വഴിയരികിലൂടെ നടന്നു വരുന്ന ശിവാനിയെ കണ്ടപ്പോ അവള് മനഃപൂർവ്വം കൊണ്ടുചെന്ന് ഇടിച്ച് തെറിപ്പിച്ച് ശിവാനിയെ കൊല്ലാൻ നോക്കിയതാ. വസു, വെറുതെ അവസരം മുതലാക്കി നിധിയെ കുറ്റക്കാരിയാക്കാൻ നോക്കല്ലേ. കുറ്റം ചെയ്തവളെ പിന്നെ പരിശുദ്ധയാക്കി വാഴ്ത്തണോ? ഞങ്ങള് പാവങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെന്ന് കരുതി എന്തോ ആകാന്ന് വിചാരിക്കരുത്. നിധി ആദ്യം എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി അവളെ ജീവനോടെ വെച്ചേക്കില്ലെന്നാണോ ആ നിധിയുടെ തീരുമാനം? നോക്ക് രേണുകെ, സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അത് കഴിഞ്ഞ് വേണ്ടത് എന്താന്ന് വെച്ചാ ഞാൻ ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് പോകാൻ നോക്ക്. എന്തോന്നാ ഏട്ടത്തിയത്? ഈ വീട്ടിലെ മരുമകള് കാരണമാ ശിവാനിക്ക് ആപത്ത് സംഭവിച്ചിരിക്കുന്നത്. അതും പറഞ്ഞ് കരഞ്ഞു വിളിച്ചു വന്ന അവളുടെ അമ്മയെ പറഞ്ഞു ഒഴിവാക്കി വിടാൻ നോക്കുകയാണോ ഏട്ടത്തി? തൽക്കാലം ഇപ്പൊ അതല്ലാതെ വേറെ എന്താ വസ്തു ഞാനിപ്പോ ചെയ്യേണ്ടത്? ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശിവാനിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കും. അതിനുള്ള ഏർപ്പാട് ഗൗതമ നിധിയും ചെയ്തോളും. ഓഹോ, അത് ശരി. അവിടം കൊണ്ട് കാര്യം കഴിഞ്ഞു അല്ലേ? നല്ല ന്യായാണല്ലോ നിങ്ങൾ പറയുന്നത്. എന്റെ മോളങ്ങ് ചത്തുപോയ ആര് ഉത്തരവാദിത്വം പറയും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിധിയെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അഴി എണ്ണിക്കും ഞാൻ അവളെ. നിധി എവിടെ അഴിയണമെന്ന് രേണുക ഈ പറയുന്നേ? കാർ ഓടിച്ചത് നിധിയാണെങ്കിലും അഴിയെണ്ണാൻ പോകുന്നത് ഗൗതമായിരിക്കും. ഭാര്യയോടുള്ള സ്നേഹം മൂത്ത് ബുദ്ധിയും വിവേകവും നശിച്ച് നടക്കുകയാണല്ലോ ഗൗതം. അവൻ നിധിയെ ഒഴിവാക്കി തന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തോളാൻ പറഞ്ഞേക്കുക പോലീസുകാരോട്. തെറ്റ് ചെയ്തത് നിധി, ശിക്ഷ ഏൽക്കാൻ പോകുന്നതോ ഗൗതമോ? എങ്ങനെയുണ്ട് എടുത്തി? നിങ്ങളോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ മകൾക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദി ഈ ഈശ്വരമംഗലം വീട് തന്നെയായിരിക്കും. അതില് പിന്നെ വണ്ടി ഓടിച്ചത് അവരാണ് ഇവരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. മറുപടി പറയിക്കും ഞാൻ എല്ലാവരെയും കൊണ്ട്. ഓർത്തോ?
ആ ശിവാനി എങ്ങാനും മരിച്ചു പോയാലേ ഗൗതം ജയിലിൽ പോകുന്നുള്ള കാര്യം ഉറപ്പാ. വസു, ഇതൊരു കാർ ആക്സിഡന്റ് അല്ലേ? ഗൗതം കുറ്റം ഏറ്റെടുക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ തന്നെ പോലീസുകാരെ ഞാൻ വിളിച്ച് അന്വേഷിച്ചിരുന്നു എടുത്തി. സീബ്ര ലൈനിൽ വെച്ചാ വണ്ടി ഇടിച്ചിരിക്കുന്നത്. അതും റോഡ് സൈഡില് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസ് ചാർജ് ചെയ്യാൻ പോവുക. എന്നുവെച്ചാ കൊലക്കുറ്റം. ഗൗതമിനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വെറുതെ ആ കുറ്റം എടുത്ത് തലയിൽ ചുമക്കല്ലേ എന്ന് അവനോടൊന്ന് വിളിച്ചു പറ. എന്റെ ദൈവമേ, ശിവാനി, 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 അറിവ് ഓക്കെ? പെയിൻ തോന്നുന്നുണ്ടോ ഇപ്പോ? ചെറുതായിട്ട്. ഓക്കെ. സഹിക്കാൻ വയ്യാത്ത വേദന തോന്നിയാൽ സിസ്റ്ററോട് പറയണം കേട്ടോ. ശിവാനിക്കുണ്ടായത് ഒരു ആക്സിഡന്റ് ആണെന്ന് ഓർമ്മയുണ്ടല്ലോ. ശിവാനിയുടെ മൊഴിയെടുക്കാനായി പുറത്ത് പോലീസ് വെയിറ്റ് ചെയ്യുക. അവരോട് സംസാരിക്കാൻ പറ്റുമോ ശിവാനിക്ക്? കുഴപ്പമില്ല. ആ, എങ്കിൽ ഞാൻ അവരോട് വരാൻ പറയാം. ആ, പിന്നെ ഒരുപാട് സ്ട്രെയിൻ എടുക്കാതെ നോക്കണം. ശരി ഡോക്ടർ. ഓക്കെ, വേഗം ഭേദമാകും, പേടിക്കണ്ട കേട്ടോ. ശിവാനിക്ക് ബോധം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൊഴിയെടുക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഡോക്ടർ? കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. വേഗം അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ ഡോക്ടർ, ശ്രദ്ധിച്ചോ. ഓക്കെ, താങ്ക് യു. സജീവ വന്നേ. സാർ, പറഞ്ഞില്ലേ ഗൗതം, എല്ലാം ശിവാനിയുടെ കയ്യിലാ. ആ മൊഴിയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങളും കൂടി അകത്തേക്ക് വന്നോട്ടെ. അത് ശരിയല്ല ഗൗതം. നിങ്ങളെ കൂടെ നിർത്തിയാണ് മൊഴിയെടുത്തതെന്ന് പിന്നീട് എപ്പോഴെങ്കിലും ശിവാനി പറഞ്ഞ അതെന്നെ ബാധിക്കും. ഐ ആം സോറി. ശിവാനി ഒരിക്കലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് മൊഴി തരില്ല, അത് ഉറപ്പാ. പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റു വഴികളില്ല ഗൗതം. എനിക്ക് നിധിയെ കസ്റ്റഡി എടുക്കേണ്ടി വരും. ഏയ്, എല്ലാം എഴുതിയെടുക്കാൻ നിൽക്കണ്ട, വീഡിയോ റെക്കോർഡ് ചെയ്തു. ശരി സാർ. എന്താ പേര്? ശിവാനി. ആക്സിഡന്റ് നടന്ന കാര്യവും മറ്റും ശിവാനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് സർ. ആക്സിഡന്റ് എങ്ങനെയാ ഉണ്ടായെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? പറഞ്ഞോളൂ. അത്